മുൻ സർക്കാർ ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും പദങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തീരെ ഇഷ്ടമാണ്. ശരിയാ സാർ. അതുകൊണ്ട് അതിന് പകരം മാന്യമായിട്ടുള്ള ചില പദങ്ങൾ നമുക്ക് ഉപയോഗിക്കണം. അത് നിങ്ങൾ കണ്ടെത്തണം. അല്ല, മനസ്സിലായില്ല സാർ. മനസ്സിലായില്ല? ഇല്ല. ഉദാഹരണത്തിന് കടക്ക് പുറത്ത് എന്നോട് അല്ലടോ, അതിന് പകരം മറ്റൊരു പദം മാന്യമായിട്ടുള്ള പദം. അതിന് വരോ ഇറങ്ങി പോടാവല്ലേ? എന്താ അത് ബോറാ? അങ്ങനെ പക്ഷെ പറയാ. അത് ഈ കടക്ക് പുറത്തേലും മോശമാണ് സാർ. മോശമാണ്. സാർ ഉദ്ദേശിച്ച കുറച്ച് ലളിതമായ അല്ലേ? അതെ. സാറേ, ഞാൻ ഒരെണ്ണം പറയട്ടെ. ഓ, അങ്ങോട്ടൊന്ന് ഇറങ്ങിക്കാവോ? സാറേ കുറച്ചുകൂടി ഇത് ദയവായി ഒന്ന് ഇറങ്ങും. ഓ, സാറേ എനിക്ക് ഒരെണ്ണം കിട്ടി. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നാലും. സർ, ക്യാൻ യു ഗോ ഔട്ട്? അപ്പൊ ഏത് വാക്കാ നല്ലത്? അത് മീഡിയ അഡ്വൈസർ പറഞ്ഞ കുഴപ്പമില്ല സാറേ. ദയവായി ഒന്ന് ഇറങ്ങി നിന്നാലും അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് നോട്ട് ചെയ്യും. ചെയ്യുന്നുണ്ട്, ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. എന്താ സാർ? ധാർഷ്ട്യം. എന്താ എന്റെ അർത്ഥം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അഹങ്കാരത്തിന്റെ വേറൊരു പദം കണ്ടുപിടിക്കണമെന്നാ സാർ പറഞ്ഞു. അതിനൊരു വാക്ക് ഞാൻ പറയാം സാറേ. അതൃപ്തി പ്രകടിപ്പിച്ചു. അത് നന്നായി. അതൃപ്തി പ്രകടിപ്പിച്ചു. അതൃപ്തി അതായിരിക്കും നല്ല. അതെ. അതൃപ്തി പ്രകടിപ്പിച്ചു. അതായിരിക്കും. അപ്പൊ അത് നോട്ട് ചെയ്തു സാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ സർക്കാർ ഉപയോഗിച്ചിരുന്ന ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ പദങ്ങളും നമുക്ക് നിരോധിക്കണം. അതിന് പകരം നമുക്ക് പദങ്ങൾ കണ്ടെത്തണം. ആ കണ്ടെത്തി നമുക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അല്ലെങ്കിൽ അടുത്ത യോഗത്തിൽ ഇത് സമർപ്പിക്കണം.